ഹായ് ഹലോ കൂട്ടുകാരെ, എനിക്ക് രാവിലെ ഒരു ചായ കുടിച്ചെങ്കിൽ എൻ്റെ തുടക്കം ഒരു ചായയിലാണ്. അപ്പോൾ രാവിലെ എനിക്ക് ചായ കുടിച്ചാലേ എനിക്ക് ഒക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ ചായ ഇടാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എടുത്തതിൻ്റെ ബാലൻസ് പാലുണ്ട്, അപ്പോൾ അതെടുത്ത് ചായ ഇടാം. ഇന്ന് കുറേ ജോലികളും കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് കുറേ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും, സ്വാഭാവികം. അത് ക്ഷമിക്കുക, എല്ലാവരും തുടക്കക്കാർക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് കടുപ്പത്തിലാണ് ചായ വേണ്ടത്. അപ്പം കടുപ്പത്തിൽ ഞാൻ ചായക്ക് ഞാൻ കടുപ്പം ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് വെള്ളത്തോടെ മിക്സ് ചെയ്താണ് ചായ ഇടുന്നത്. കവർ പാലാണ്, ലൈറ്റായിട്ട് കുടിക്കാം. അത്ര കട്ടിപ്പാലല്ല ഉപയോഗിക്കുന്നത്, കട്ടി കുറച്ച്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ്. ഞാൻ 2-3 ദിവസത്തേക്ക് ഒന്നിച്ചാണ് മാവ് അരച്ച് വെക്കുന്നത്. അതാകുമ്പോൾ ഉപ്പ് ചേർക്കാതാണ് വെക്കുന്നത്. ഉപ്പ് ചേർത്ത് വെച്ചാൽ പെട്ടെന്ന് വളിച്ചു പോകും. ഇതാകുമ്പോൾ ഉപ്പ് ചേർക്കാതെ വെക്കുമ്പോൾ 2-3 ദിവസമൊക്കെ ഇരുന്നോളും. അപ്പം അങ്ങനെയാണ് ഞാൻ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെക്കുന്നത്. അതിപ്പോൾ ദോശയുടെ ഇടയിലേയും വെക്കാം. അപ്പം ഞാൻ സാധാരണ പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ അരിപ്പ ഈ ചായ, നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ഞങ്ങളിവിടെ അരിപ്പ എന്ന് പറയുന്നത്, അരിപ്പ ഒഴിച്ച് ചായ ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് മടിയാണ്. കാരണം വെറുതെ അതുകൂടെ കഴുകണമല്ലോ, ഒരു ലോഡ് പാത്രം കഴുകുന്ന കൂട്ടത്തിൽ അതുകൂടെ ആണെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ അരിപ്പ എടുക്കാറില്ല. ഇത് ജസ്റ്റ് 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് അപ്പോഴത്തേക്കിനും അത് മുട്ട അങ്ങ് അടിയിലങ്ങ് വരും, അടിഞ്ഞ് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചായ ഞാനങ്ങ് ഒഴിക്കുന്നത്. ഇനി എനിക്കുള്ള ഗ്ലാസ്, എനിക്ക് പ്രത്യേകം ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്കുള്ളത് എപ്പോഴും നല്ല വൃത്തിയും ഒക്കെ ഉള്ളത് വേണം. അങ്ങനെ ഇതെനിക്കുള്ളതായിട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കും. എന്നും ഒരു 1/2 ഗ്ലാസ് ചായ, ഒരു 1/4 ഗ്ലാസ് ചായ മാറ്റി വയ്ക്കും. കാരണം ഞങ്ങളുടെ ഒരു പട്ടിയുണ്ട്, അപ്പോൾ ജൂലി എന്നാണ്. അപ്പോൾ അവനെ കൂട്ടിക്കയറ്റണമെങ്കിൽ രാവിലെ ചായ കൊടുത്താലേ കൂട്ടിക്കയറത്തുള്ളൂ. അപ്പോൾ അവൾക്കായിട്ട് ഞാൻ ചായ ഒഴിച്ച്, എൻ്റെ ചായ കുടിയും കഴിഞ്ഞ് അവൾക്കായിട്ട് ഞാൻ ചായ ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇല്ലെങ്കിൽ ആ റോഡിൽ കൂടെ ആർക്കും പോകണ്ട, വെറുതെ കടന്ന് കുറച്ചുകൂടെ. ഒരു കാക്ക വന്നാലും ഒരു ഈച്ച പറന്നു പോയാലും അവൾ കുറയ്ക്കും. അപ്പോൾ അവൾക്ക് ചായ കൊടുത്ത് അവളെ കൂട്ടിക്കയറ്റും, ഇല്ലെങ്കിൽ അവൾ സമാധാനം തരത്തില്ല. അന്നേരം അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചാടി അകത്ത് കയറും, ഇല്ലെങ്കിൽ അവൾ സമാധാനത്തെ ഞാൻ വരുന്നതെന്ന് മനസ്സിലായി. ഞാനാണ് രാവിലെ അവളെല്ലാം മനപ്പാടമാണ്, ഓടുക കൂട്ടിനകത്തോട്ട്. അല്ലെങ്കിൽ ഈ റോഡിൽ ഈ വാതിക്കെ വന്നങ്ങ് നിൽക്കും. എന്നിട്ട് റോഡിൽ കൂടെ പോകുന്നവരെ എല്ലാവരെയും കണ്ടങ്ങ് കുറയ്ക്കും. അവൾ നേരെ അവൾക്കറിയാം ചായ ഒരു കപ്പ് കൊണ്ടുവരുന്നത് അതിനകത്ത് ചായ കാണും എന്നുള്ളത് അവൾക്കറിയാം. അപ്പോൾ അവൾക്ക് ചായ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അവൾ എന്നെയൊന്നും ഇരുത്തത്തില്ല, എവിടെങ്ങും. അതുപോലാണ്. അങ്ങനെ അവൾക്ക് ചായയും കൊടുത്ത് കൂട്ടി. ഇനി വന്നിട്ട് ഞാൻ ദോശയ്ക്കുള്ള മാവ് ഒന്നിച്ച് അരച്ച് വെച്ച് 2 പാത്രം തൂവി പോവാതിരിക്കാൻ 2 പാത്രത്തിനകത്താക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത്. അപ്പോൾ ഉണ്ട് കൊച്ചവൾ വന്നു. അവളിൻ്റെ ഞാനിവിടെ ദോശ ഇടുന്നത് എണ്ണിയാണ് ചുടുക. പണ്ടല്ല എണ്ണിച്ചുട്ടപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ എണ്ണിയാണ് ചുടാറ്. ഓരോരുത്തർക്കും ഓരോ അളവുണ്ട്, ഒരാൾക്ക് 4, 3, 2 അങ്ങനെയാണ് ചുടാറ്. കാരണം അല്ലെങ്കിൽ സാധനം വേസ്റ്റായി, വെറുതെ വേസ്റ്റായി കളയുന്നതിന്. പണ്ടങ്ങനെ ആയിരുന്നില്ല, പണ്ട് കുറേ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. ഓരോരുത്തർക്കും എണ്ണ അനുസരിച്ച് വിളമ്പാറുള്ളൂ. അപ്പോൾ ദോശയുടെ കൂടെ കറി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു, കുക്കറിലിട്ട് വേവിച്ചു. നമുക്ക് അരിയും കൂടെ ഒന്ന് ഇപ്പോൾ സാമ്പാറായി വെച്ചിട്ട് പോയാലും. ഞാൻ ചോറ് ചാക്സണിലാണ് ചോറ് വെക്കുന്നത്. ചോറ് വെള്ളം വെച്ചിട്ടുണ്ട്, അരി അളന്നിടണം. അതളന്നിട്ടു. ഞങ്ങൾക്ക് 2 നാഴി അരി മതി, അതളന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ചങ്ങ് വെച്ചാൽ മതി. രാവിലെ ദോശ സർവ് ചെയ്ത് എല്ലാവർക്കും സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 8-8:30 ആകുമ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. ശീലമായതുകൊണ്ടായിരിക്കും. ഇവിടെ ഇവർ
അവിടെ രാവിലെ ടി വിയും കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ടി വി ഓണാക്കിക്കൊണ്ടാണ്. പിന്നെ എങ്കിലും എല്ലാവർക്കും വിളമ്പി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കുള്ളതും കഴിഞ്ഞു. ഇനി മൂത്താളെ ട്യൂഷന് കൊണ്ടുപോകണം. അത് പുതിയകാവിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയകാവ് ട്യൂഷൻ സെൻറ്റർ. ഞാൻ അവളെ അപ്പോൾ ഇവിടെ കൊണ്ടാക്കി വന്നപ്പോഴത്തേക്കും 2000 ഇവിടെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനെ ചാക്സണിലോട്ട് ഇറക്കി വെക്കാം. വീട്ടിൽ വരണം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അന്നേരം അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് പോയത്. എനിക്കറിയാം തീ കുറച്ച് പെട്ടെന്ന് വരാമല്ലോ. പിന്നെ ഇതിനകത്താണ് എൻ്റെ ചാക്സൺ. വർഷങ്ങളായ സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അതങ്ങനെ ഇരിക്കുന്നത്. അതടച്ച് ഇനി 12:30 ആകുമ്പോൾ ചോറ് റെഡിയാവും. ഞാൻ വന്നപ്പോഴത്തേക്കിന് ഇയാൾ കഴിച്ചില്ല. പിണങ്ങി കഴിച്ച കൈ വയ്യാൻ പറഞ്ഞ പിണങ്ങി കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഇയാൾക്കിനി വാരി കൊടുക്കണം. അപ്പം വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ലോങ് വീഡിയോ ട്രൈ ചെയ്യുവാണ്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്തിടുക. അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നാളെ ഇളയാളെ വേറെ സ്കൂളിൽ ചേർക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.
അപ്പോൾ ഇതാണ് അവളുടെ ട്യൂഷൻ സെൻറ്റർ. പുതിയ ട്യൂഷൻ സെൻ്ററാണ് ഇക്കോടെക് പുതിയ കാവിൽ. അപ്പോൾ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ അപ്പോഴത്തേനും ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് പോയത്. എന്തായാലും അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അരി തിളച്ച് ഇനി അതിനകത്തോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ എൻ്റെ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്നും ഇങ്ങനെ അരി ഇറക്കി വെച്ച് നമ്മൾ അത്രയ്ക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് പിന്നെ ഒരു സമയമാകുമ്പോൾ അത്